നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് പറയുന്നത് ഉടനടി പരിഹാരം ലഭിക്കുന്ന പ്രാർത്ഥന എന്നാണ് പറയുന്നത്. മാതാവ് നമ്മൾ അവിടെ നിയോഗമായി സമർപ്പിക്കുന്ന നിയോഗങ്ങൾക്ക് ഉടനടി പരിഹാരം ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് ഉടനടി പരിഹാരങ്ങൾ ലഭിക്കാൻ അല്ലെങ്കിൽ ഉടനടി ഒരു ഉത്തരം ലഭിക്കാനായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ചിലർ പറയും, ഞാൻ ഉടമ്പടി എടുത്തു, എൻ്റെ നിയോഗം നടക്കാൻ താമസമാണ്, എന്തുകൊണ്ടാണ് താമസം വരുന്നത്? അല്ലെങ്കിൽ ചിലർ ഉടമ്പടി എടുത്ത് ജസ്റ്റ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവരുടെ ആ ഒരു പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ലഭിക്കുന്നു. എന്തുകൊണ്ടാണ് ചിലർക്ക് ഫാസ്റ്റായിട്ടൊരു റിപ്ലൈ ലഭിക്കുന്നു, ചിലർക്ക് താമസിച്ച് റിപ്ലൈ ലഭിക്കുന്നു? എന്താണ് ഇങ്ങനെ ഒരു ഡിലേ വരാൻ കാരണം? അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ പ്രശ്നത്തിന് നമുക്ക് ഒരു പരിഹാരം പെട്ടെന്ന് തന്നെ മാതാവ് നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ദൈവത്തോട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ദൈവം നമുക്കത് തരും. ഒരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു നിയോഗം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ദുർമോഹങ്ങളില്ലാത്ത അല്ലെങ്കിൽ നിഷ്കളങ്കമായ കളങ്കമില്ലാത്ത ഒരു ആഗ്രഹമായിരിക്കണം. നമ്മുടെ ആ ഒരു ആഗ്രഹം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ദോഷമോ അല്ലെങ്കിൽ വിപത്തോ ഉണ്ടാകണമെന്ന് നമുക്ക് മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കരുത്. കുട്ടികൾ ആഗ്രഹിക്കുന്നത് പോലെ നിഷ്കളങ്കമായിട്ട് വേണം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും അഭ്യർത്ഥനകളുമൊക്കെ നമ്മൾ മാതാവിനോട് സമർപ്പിക്കാനായിട്ട്. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ മാതാവിനോട് ഒരു വാക്ക് കൊടുക്കണം. അമ്മേ മാതാവേ, ഞങ്ങൾ എളിമയോടുകൂടി ജീവിച്ചു കൊള്ളാം. അമ്മേ മാതാവേ, അങ്ങ് ഞങ്ങളുടെ ഈ നിയോഗത്തിൽ, ഞങ്ങളുടെ ഈ ആഗ്രഹത്തിൽ ഇടപെടണമേ. അമ്മ ഈ ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു തന്നാലും ഞങ്ങൾ എളിമയോടുകൂടി ജീവിച്ചു കൊള്ളാം, അഹങ്കാരമില്ലാതെ എളിമയോടെ ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് അമ്മ മാതാവിന് നമ്മൾ ഒരു വാഗ്ദാനം കൊടുക്കണം. നമ്മുടെ ഈ ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അമ്മ ഞങ്ങൾക്ക് ഈ നിയോഗം ഞങ്ങൾക്ക് നടത്തിത്തരുമ്പോൾ മറ്റുള്ള ഒരു തേർഡ് പേഴ്സണ് ഇതുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാകാനായിട്ടുള്ള ഒരു നിയോഗമല്ല ഇത്. അങ്ങനെ നമ്മുടെ ഒരു നിയോഗം നിഷ്കളങ്കമായിട്ടുള്ള ഒരു നിയോഗം വേണം നമ്മൾ ഉടമ്പടിയിൽ സമർപ്പിക്കാനായിട്ട്. നമ്മുടെ ആ ഉള്ളിലെ വിചാരങ്ങളും എല്ലാം നല്ലതായിരിക്കണം, നന്മ നിറഞ്ഞ ഒരു വിചാരങ്ങളും ആഗ്രഹങ്ങളുമായിരിക്കണം. ഇപ്പോൾ പുറമേ നമ്മൾ ജസ്റ്റ് നല്ലതാണ് എന്ന് പറഞ്ഞ് ആക്ട് ചെയ്താലും നമ്മുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ മാതാവിനും ഈശോയ്ക്കും ഒക്കെയാണ് പെട്ടെന്ന് സാധിക്കുന്നത്. വേറെ ആൾക്കാർക്ക് നമ്മുടെ ഉള്ളിൽ എന്താണ്, നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്താണെന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പാടാണ്. അപ്പം മാതാവ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാതാവിനത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മളൊരു നിയോഗം അല്ല നമ്മളുടെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ദുർമോഹങ്ങളോ അല്ലെങ്കിൽ അഹങ്കാരമോ ഒന്നുമില്ലാത്ത ഒരു ആഗ്രഹങ്ങൾ വേണം നമ്മൾ ഉടമ്പടിയിലൂടെ സമർപ്പിക്കാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ആഗ്രഹിക്കുവാണ്, എനിക്ക് UK ഒരു ജോബ് വേണം, അല്ലെങ്കിൽ എനിക്ക് കാനഡയ്ക്ക് പോകണം, എനിക്ക് ഒരു ജോലി വേണം. അങ്ങനെ പല പല നിയോഗങ്ങൾ, നമ്മുടെ ഓരോ നിയോഗങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അല്ലെങ്കിൽ എനിക്കൊരു വീട് വേണം, എനിക്ക് സ്ഥലം വാങ്ങിക്കണം എന്നൊക്കെ നമ്മളൊരു നിയോഗം വെക്കുന്നു. അപ്പോൾ നമ്മളൊരു UK പോകണം എന്ന് നമ്മൾ നിയോഗം മാതാവിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, UK പോയി ഞാൻ ക്യാഷ് ആയിട്ട് വരുമ്പോൾ ആർക്കും നമ്മളത് ഫേവറൊന്നും ചെയ്യാതെ അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ ആലോചിക്കണം, നമുക്കിങ്ങനെ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്കും സഹായങ്ങൾ
കൊടുക്കും. മറ്റുള്ളവർക്കും എനിക്ക് എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള ഈ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഭാഗം ഞാൻ അർഹതപ്പെട്ടവർക്കും കൂടി, അല്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടുന്ന ആളുകൾക്കും ഞാൻ കുറച്ചൊക്കെ കൊടുക്കും. എനിക്ക് എൻ്റെ മാതാവ് തരുന്ന ഈ ജോലി എനിക്ക് തരുന്നു. ആ ജോലിയുടെ ആ ഒരു ഭാഗം, അല്ലെങ്കിൽ അതുകൊണ്ട് പാവപ്പെട്ടവർക്കും കൂടെ ഒരു സഹായം ഞാൻ നൽകും എന്ന് നമ്മൾ മനസ്സിലോർത്താൽ മതി. ജസ്റ്റ് കമ്മിറ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ മനസ്സിൽ ഓർക്കുക, മറ്റുള്ളവർക്ക് കൂടി അർഹതപ്പെട്ടതാണിത് എന്ന് ജസ്റ്റ് ഓർക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവർക്കും സഹായങ്ങൾ നൽകുക. അങ്ങനെ നമ്മുടെ ഉദ്ദേശശുദ്ധി നല്ലതാണ് എന്ന് മാതാവിന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ ഉറപ്പായി അത് 101% ഗ്യാരണ്ടി ഉള്ള കാര്യമാണ്. നമ്മുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്നുണ്ടെങ്കിൽ മാതാവ് ഉറപ്പായി നിങ്ങളുടെ ആ നിയോഗത്തിൽ ഇടപെടും. നിങ്ങൾക്ക് ഉടനടി പരിഹാരം തന്നെ മാതാവ് തരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ആന്തരിക വിചാരങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മുടെ ആന്തരിക വിചാരങ്ങളെ വിശുദ്ധീകരിക്കാനായിട്ട് വേണം നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാൻ. ആന്തരിക വിചാരങ്ങളെ വിശുദ്ധീകരിച്ച് നിർമ്മലമായ ആഗ്രഹങ്ങളായിട്ട് വേണം നമ്മൾ മാതാവിന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു നിഗൂഢമായിട്ടുള്ള എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ഉടമ്പടിക്ക് നമുക്കൊരു സൊല്യൂഷൻ കിട്ടാനായിട്ട് വൈകും. അപ്പം നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ തോട്ട് പ്രോസസ്സ് ക്ലിയർ ചെയ്യാനും അതിനെല്ലാം പോസിറ്റീവാക്കി മാറ്റാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. മാതാവ് ഉറപ്പായും നമ്മുടെ നമ്മുടെ ആന്തരികമായിട്ടുള്ള ആ വിചാരങ്ങളെല്ലാം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ നിർമ്മലമായിട്ട് സമർപ്പിക്കുന്ന നമ്മുടെ ആ നിയോഗത്തിൽ മാതാവ് ഉറപ്പായിട്ടും ഇടപെടും. നിങ്ങൾക്ക് മാതാവിൻ്റെ ആ ഒരു ഉടനടി പരിഹാരം എന്ന ആ ഒരു വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും മാതാവ് തരും. മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹവും മാതാവിൻ്റെ ആ ഒരു പ്രസൻസും നമ്മുടെ ജീവിതത്തിലും നമുക്കും ലഭിക്കട്ടെ. എല്ലാവരെയും മാതാവ് ഉടമ്പടിയുടെ സാക്ഷികളാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.